നമ്മൾ എല്ലാവരും ഡെയിലി എഴുന്നേൽക്കുന്നത് എന്തിനാ? പണം സമ്പാദിക്കാൻ, ജീവിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും വേണ്ടി ജീവിക്കാൻ വേണ്ടി. പലരും അവർ ചെയ്യുന്ന ജോലിയിൽ ശോഭിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താണ്? കാരണം ആ ജോലി അവരുടെ ഒരു പാഷനല്ല. ജപ്പാനിലെ ആളുകൾ ദീർഘകാലം സന്തോഷത്തോടെ ജീവിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് അറിയാവോ? കാരണം ഇക്കിഗായ്. ഇക്കിഗായ് എന്ന് വെച്ചാൽ ജീവിക്കാൻ മൂല്യമുള്ള കാരണം, ലൈഫ് പേർപ്പസ് ഐഡൻറ്റിഫിക്കേഷൻ. ജപ്പാൻകാരുടെ അഭിപ്രായം അനുസരിച്ച് എല്ലാവർക്കും ഒരു ഇക്കിഗായ് ഉണ്ടായിരിക്കണം. ഇക്കിഗായ് അനുസരിച്ച് ജീവിച്ചാലുണ്ടല്ലോ നമ്മൾ ലൈഫിൽ ഭയങ്കര ഹാപ്പി ആൻഡ് സക്സസ്ഫുൾ. നമ്മൾ കാര്യങ്ങൾ ഈസി ആൻഡ് എഫേർട്ട്ലെസ്ലി നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ 4 കാര്യങ്ങൾ ചേർന്നാലാണ് നമ്മുടെ ലൈഫിൽ നമുക്ക് ഭയങ്കര സന്തോഷവും സംതൃപ്തിയും ഉണ്ടാകുന്നത്. എന്താണ് ഈ 4 കാര്യങ്ങൾ? നമ്മൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം, വാട്ട് യു ലവ് മോസ്റ്റ്. നമുക്ക് ആ കാര്യം ചെയ്യുമ്പോൾ നമുക്ക് സമയം പോകുന്നത് പോലും അറിയില്ല. അതാണ് നമ്മുടെ പാഷൻ. രണ്ടാമത്തെ കാര്യം, അത് നമുക്ക് ലോക നന്മയ്ക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റണം. അത് ദൗത്യമാണ്, മിഷൻ എന്ന് നമുക്ക് പറയാം. അപ്പോൾ നമുക്കത് മറ്റുള്ളവർക്ക് അതിനെക്കൊണ്ട് ഭയങ്കര യൂസ്ഫുള്ളാണ്. മൂന്നാമത്തത്, നമുക്ക് അതിലൂടെ വരുമാനം ലഭിക്കുമ്പോൾ, യു ഗെറ്റ് പെയ്ഡ് ഫോർ ദാറ്റ്. നമുക്ക് അതിലൂടെ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്കതിലൂടെ നല്ലൊരു വരുമാനം ലഭിക്കുന്നു. നാലാമത്തത്, വാട്ട് യു ആർ റിയലി ഗുഡ് അറ്റ്. നമ്മൾ അതിൽ നാച്ചുറലി ഭയങ്കര നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്കൊരു മടിയും ഒന്നുമില്ല, നമ്മൾ എൻജോയ് ചെയ്ത് നന്നായി ചെയ്യുന്നു. അപ്പോൾ നന്നായി ചെയ്യുമ്പോൾ അതെന്താണ്? പ്രൊഫഷൻ. നമുക്കതിലൂടെ ഒരു വരുമാനം ലഭിക്കുമ്പോൾ എന്താണ്? വൊക്കേഷൻ. അപ്പോൾ ഈ 4 കാര്യങ്ങൾ ചേർന്നതാണ് ഇക്കിഗായ്. എന്തൊക്കെയാണ് ഈ 4 കാര്യം? പാഷൻ പ്ലസ് മിഷൻ പ്ലസ് വൊക്കേഷൻ പ്ലസ് പ്രൊഫഷൻ ഈക്വൽസ് ടു ഇക്കിഗായ്. ഇക്കിഗായ് എന്ന് വെച്ചാൽ ലൈഫ് പേർപ്പസ് ഐഡൻറ്റിഫിക്കേഷൻ. ഉദാഹരണത്തിന് ഒരു മോട്ടിവേഷണൽ സ്പീക്കർ ഉണ്ട്. അപ്പോൾ ആ ഒരു മോട്ടിവേഷണൽ സ്പീക്കറിന് നന്നായിട്ട് സ്പീച്ച് ആൾക്കാർക്ക് ഡെലിവറി ചെയ്യാൻ പറ്റുന്നുണ്ട്. അദ്ദേഹത്തിന് നന്നായിട്ട് മോട്ടിവേഷണൽ സ്പീക്കിംഗ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം എൻജോയ് ചെയ്ത്, അദ്ദേഹത്തിന് സമയം പോകുന്നത് പോലും അറിയുന്നില്ല. അദ്ദേഹം വളരെ എൻജോയ് ചെയ്ത് ചെയ്യുന്നത്. അത് ഒരുപാട് പേർക്ക് അതിലൂടെ നല്ല മോട്ടിവേഷൻ അല്ലെങ്കിൽ ഗൈഡൻസ് ലഭിക്കുന്നു. എന്നുവെച്ചാൽ അദ്ദേഹത്തിന് ലോക നന്മയ്ക്കായിട്ട് യൂസ് ചെയ്യുന്നു. അതിലൂടെ അദ്ദേഹത്തിന് നല്ല വരുമാനം ലഭിക്കുന്നു. ഇങ്ങനെ ക്ലാസ്സസ് എടുക്കാൻ പോകുമ്പോൾ അദ്ദേഹത്തിന് നല്ല വരുമാനം ലഭിക്കുന്നു. അതിലൂടെ ആ വീഡിയോസ് എടുത്ത് യൂട്യൂബിലിടുമ്പോൾ എക്സ്ട്രാ ഇൻകം കിട്ടുന്നു. അതുപോലെ പല മാർഗങ്ങളിലൂടെയും അദ്ദേഹത്തിന് വരുമാനം ലഭിക്കുന്നു. അദ്ദേഹം ആ ഒരു മോട്ടിവേഷണൽ സ്പീക്കിങ്ങിൽ അദ്ദേഹം നല്ലൊരു ലെവലിലാണ് നിൽക്കുന്നത്. എന്ന് വെച്ചാൽ അദ്ദേഹം എൻജോയ് ചെയ്ത് ചെയ്യുന്നത്. അപ്പോൾ ഈ 4 കാര്യങ്ങളും ചേരുന്നതുകൊണ്ട് മോട്ടിവേഷണൽ സ്പീക്കിംഗ് ആണ് അദ്ദേഹത്തിൻ്റെ ഇക്കിഗായ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം എൻജോയ് ചെയ്ത് ചെയ്യുന്നു. അദ്ദേഹത്തിന് ഒരു മടിയുമില്ല അദ്ദേഹം ചെയ്യുന്ന ആ ഒരു പ്രവൃത്തിയിൽ. അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും ഇഷ്ടമില്ലാണ്ട് ജോലിക്ക് പോകുന്നതിന് പകരം നമ്മുടെ ഇക്കിഗായ് അല്ലെങ്കിൽ ലൈഫ് പർപ്പസ് നമ്മൾ കണ്ടുപിടിക്കണം. ലൈഫ് പർപ്പസ് കണ്ടുപിടിച്ചാലുണ്ടല്ലോ നമ്മൾ ലൈഫിൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും. നമ്മുടെ കാര്യങ്ങളൊക്കെ ഈസി ആൻഡ് എഫേർട്ട്ലെസ്ലി നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ലൈഫ് പർപ്പസ് അല്ലെങ്കിൽ ഇക്കിഗായ് കണ്ടുപിടിച്ച് ജീവിതം ഭയങ്കര ആഘോഷമാക്കി മാറ്റും. താങ്ക് യു.